ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം. ഉദാത്തമായ മാതൃകയിലേക്ക് സ്വാഗതം. സർജറി കഴിഞ്ഞാൽ വയറ്റിൽ കത്രിക ഫ്രീ. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ പഞ്ഞി ഫ്രീ. വീണ്ടും വീണ്ടും ഇത് എങ്ങനെയെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് മാതൃകകളിലേക്ക് നമുക്ക് പോകാം. ചികിത്സ തേടിയെത്തുന്ന കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്ന സംഭവം, മുറിവ് പൊതിയുന്ന തുണിയിൽ സർജിക്കൽ ബ്ലേഡ് വെച്ച് കെട്ടുന്ന സംഭവം, ഇതെല്ലാം ഉദാത്ത മാതൃകയായി മാറുകയാണ്. വിട്ടുപോയ ഒരു കാര്യത്തിലേക്ക് കൂടി, ലാബിൽ ടെസ്റ്റിന് അയക്കേണ്ട സാമ്പിളുകൾ ആക്രിക്കാരൻ എടുത്തോണ്ട് പോയ ആരോഗ്യ കേരളം. അങ്ങനെ നീണ്ട ലിസ്റ്റുമായാണ് ഇത്തവണ ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത്. ആരോഗ്യമന്ത്രിയാകട്ടെ ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിലുണ്ടായ ഉദാത്തമായ ഒരു മാതൃകയിലേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തി. അതിവിചിത്രമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടപ്പിലാക്കിയ ഈ ഡോക്ടറെ കുറിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രിക്കും വാതോരാതെ പറയാനുണ്ട്. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ആരോഗ്യമന്ത്രി പോലും മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുതപ്പെട്ടു പോകുന്ന വല്ലാത്തൊരു തരം പ്രതിഭാസമാണ് ആരോഗ്യ കേരളത്തിൽ നടക്കുന്നത്. ഞങ്ങൾക്കും മനസ്സിലാകാത്തത് അത് തന്നെയാണ്. എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി ബഹുകുത്ത് പിണറായി വിജയൻ നമ്മളെ വീണ്ടും ഒരു തുടർ ഭരണം എന്തിനെന്ന് ഓർമ്മിപ്പിക്കുന്നത്. വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. ഈ തുടർഭരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അത്യന്തം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു തുടർഭരണം. തീരെ കെടുകാര്യസ്ഥതയില്ല. അഴിമതിയാണെങ്കിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇതേക്കുറിച്ച് ജനം എങ്ങനെ പ്രതികരിക്കുന്നു? പിണറായി നാട് ഭരിച്ച കാലം എല്ലാവർക്കും നല്ല കാലം. ദാരിദ്ര്യമില്ല, ഒന്നുമില്ല. അതെ, പിണറായി നാട് ഭരിച്ച കാലം. നാട്ടിൽ കള്ളവുമില്ല, ചതിയുമില്ല. ഇതുകൊണ്ടും തീരുന്നില്ല. ഈ ഭരണം നമുക്കായി ഇനിയും എന്തിനു വരണം എന്നുകൂടി നമുക്ക് പ്രത്യേകമായിട്ട് ക്ലാസ് എടുത്തു തരാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന മുഖ്യമന്ത്രി നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം, കൂടുതൽ നല്ല നിലയിലേക്ക് നാടിനെ ഉയർത്തണം. അതെ, ഇനിയും തുടർഭരണം എന്തിന് നമ്മൾ ഇവരെ തന്നെ ഏൽപ്പിക്കണം? മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ? കൂടുതൽ നേട്ടങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വികസനം നാടിനെ എടുത്ത് ഉയർത്തണം. ഉയർത്തി ഇപ്പോൾ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന നമ്മളെ ഏതു രീതിയിലേക്കാണ്, ഇനി ചൊവ്വയിലേക്കോ മറ്റോ ആണോ ഉയർത്താൻ പോകുന്നത് എന്നുള്ള ഒരു സംശയം ജനങ്ങൾക്കുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുകൂടി തീർത്തു കൊടുക്കണം. ഇത്തരത്തിലുള്ള മികവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മികവിൻ്റെ ഉദാത്ത മാതൃകയായി കാണിക്കാവുന്ന ആരോഗ്യ രംഗത്ത് നിന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞതിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ ഒരു റീകാപ്പ് കൂടി. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? എന്തായാലും ഇത്തരത്തിൽ വളരെ അത്ഭുതാവഹമായ നേട്ടം കൈവരിക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞതുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പേഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം. അതെ, ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ചില നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ഒരു പകപ്പുണ്ടാകാം. ആ പകപ്പിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഡോക്ടർ ഇത്ര വിനയാന്വിതയായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത്രയും മികവിലേക്ക് പോകുന്ന ഒരു ആരോഗ്യ കേരളത്തെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു നഗ്ന സത്യം അത് പുറത്തു പറഞ്ഞു കോൺഗ്രസ് നേതാവ് ചെന്നിത്തല. സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാലമാണ് ഇപ്പോൾ. പല മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതാണ്. അദ്ദേഹം പറഞ്ഞത് എത്രയോ നഗ്നമായ ഒരു സത്യമാണ്. ആ സത്യം മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഇനിയുള്ള നേട്ടങ്ങൾ എന്താണ്? ആരോഗ്യമന്ത്രി വെറുതെ ഇരിക്കുകയല്ല, അവർ സൂംബ നൃത്തം ചെയ്യുകയാണ്. ആരോഗ്യം നിലനിർത്തണമെങ്കിൽ അതിന് മാതൃകയാകേണ്ടത് ആരോഗ്യമന്ത്രിയല്ലേ? അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി ജനങ്ങൾക്കെല്ലാം മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിന്റെ ഒരു മോഡൽ ഇങ്ങനെയാണ്. എന്തായാലും വരാൻ പോകുന്ന നല്ല നാളേക്കായി ഒരുപാട് കാര്യങ്ങൾ സ്വരുക്കൂട്ടുകയാണ് സർക്കാർ. മുഖ്യമന്ത്രിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയേണ്ട നിമിഷം കൂടിയാണ്. മുഖ്യമന്ത്രി തിരിച്ചറിയണം ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസത്തെ. എത്രയെത്ര പൊൻതൂവലുകളാണ് ആരോഗ്യമന്ത്രി ഓരോ ദിനവും എടുത്ത് തലയിൽ ചൂടുന്നത്.
ആരോഗ്യമന്ത്രിയെ പൊന്നാട അണിയിച്ച് ആദരിക്കണം എന്നുള്ളതാണ് ആരോഗ്യ കേരളത്തിൻ്റെ ആവശ്യം. ഈ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. തുടർന്നും പിന്തുണ ആവശ്യമാണ്. അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.